ത്രിയാക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വളരെ തെളിമയോടെ ഭൂമുഖത്ത് പ്രദർശിപ്പിക്കാൻ സാധിച്ച ഒരു വിശ്വപൗരനാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യവും അതുപോലെ അദ്ദേഹത്തിൻ്റെ കരുണയും ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ ആകർഷിച്ചിട്ടുള്ളതാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ 2016-17 കാലഘട്ടത്തിൽ ഇറ്റലി സന്ദർശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുവാനായിട്ടുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും അതിനായിട്ടുള്ള ഒരു അപ്പോയിൻമെൻറ്റോ ഒന്നും ഞാൻ പരിശ്രമിച്ചിട്ടും ലഭിച്ചിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഞാൻ വത്തിക്കാനിൽ എത്തി. ഒരു മുൻകൂട്ടിയുള്ള അപ്പോയിൻമെൻ്റ് ഇല്ലാതെ അദ്ദേഹത്തെ കാണുക എന്നത് അസാധ്യമാണ് എന്നുള്ള ഒരാശങ്ക എനിക്കുണ്ടായിരുന്നെങ്കിലും ഇറ്റലി കാണുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണുക എന്ന ഒരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായാലും പ്രത്യേക ദൈവാനുഗ്രഹത്താൽ വത്തിക്കാനിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തുവാനും അദ്ദേഹം എത്തുന്ന വേദിയിൽ ഒരു സ്ഥാനം, ഒരു സീറ്റ് കിട്ടുവാനും എനിക്ക് ഇടയായിത്തീർന്നു. അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ രോഗികളും വേദനിക്കുന്നവരും സങ്കടപ്പെടുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ എല്ലാം ജീവിതത്തിലെ വേദനകളും സങ്കടങ്ങളുമെല്ലാം ഒപ്പിയെടുത്ത് അവരെയൊക്കെ തൊട്ടടുത്ത് ചെന്ന് അവരുടെ കരം പിടിച്ചും കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചും അതുപോലെ ആശീർവദിച്ചുമൊക്കെ അദ്ദേഹം പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അത്ര ഉത്സാഹത്തോടു കൂടി നടക്കുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു കാഴ്ചയാണ്. എന്തായാലും അതിനുശേഷം മാർപ്പാപ്പായുടെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. പല രാജ്യങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാർ അവിടെ സന്നിഹിതരായിരുന്നു. എൻ്റെ ബുദ്ധിമുട്ട് അവിടെ നിന്നിരുന്ന എന്നെ അവിടെ കൊണ്ട് ഇരുത്തിയ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു, എനിക്ക് മുൻകൂട്ടിയുള്ള അപ്പോയിൻമെൻറ്റുകളൊന്നും ഇല്ല, ഞാൻ ഇറ്റലി വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ വത്തിക്കാനും കൂടെ കാണുവാൻ വേണ്ടി വന്നതാണ് എന്ന കാര്യം അറിയിച്ചിരുന്നു. പ്രോഗ്രാം അവസാനിച്ചപ്പോൾ അദ്ദേഹം എന്നെ വന്ന് സീറ്റിൽ നിന്ന് വിളിച്ച് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വളരെ ആശങ്കയോടുകൂടിയാണ് ഞാൻ ചെന്നത്. ഒരു മാർപ്പാപ്പയെ കാണുന്നതിൻ്റെ പ്രോട്ടോക്കോളൊന്നും എനിക്ക് അത്ര വശമില്ലായിരുന്നു. അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി കൂടിയാണ്. അതുപോലെ ലോകം മുഴുവനുമുള്ള കത്തോലിക്ക സഭയുടെ ആത്മീയ മേലധ്യക്ഷനാണ്. അപ്പോൾ അത്തരം ആശങ്കകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ഒരാശങ്കയോടുകൂടിയാണ് സന്ദർശിച്ചത്. ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നെ തന്നെ പരിചയപ്പെടുത്തി, ഞാൻ സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ ഒരു ബിഷപ്പാണ്, ഇന്ത്യയിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സത്യത്തിൽ അനേകം ആളുകൾ പ്രാർത്ഥന ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ഒരു സഭാമേലധ്യക്ഷൻ സന്ദർശനത്തിന് വരുന്ന ഒരു വ്യക്തിയോട് ആദ്യം തന്നെ ഒരു യാചകനായി നിൽക്കുന്ന എളിമയുടെയും സ്നേഹത്തിൻ്റെയും ഒരു വലിയ മുഖം എനിക്ക് അവിടെ കാണുവാൻ സാധിച്ചു. എനിക്ക് വളരെ എൻ്റെ കണ്ണുകൾ ഇറനണിയിക്കുന്ന ഒരു
വാക്കായിരുന്നു അത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ കരം പിടിച്ച് ഞാൻ എൻ്റെ തലയിൽ വെച്ച് ഒരു ആശീർവാദം സ്വീകരിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ച് ഒരു ഗിഫ്റ്റും എനിക്ക് നൽകി. അത് റോസറി ആയിരുന്നു. റോസറി എനിക്ക് സമ്മാനമായി നൽകി. അത് വാങ്ങി ഞാൻ തിരികെ നടന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം പാലായിലുള്ള ഒരു സിസ്റ്റർ, മാർപ്പാപ്പായെ പരിചരിക്കുന്ന ഒരു സിസ്റ്റർ എന്ന നിലയിൽ പരിചയപ്പെടുവാനിടയായി തീർന്ന സിസ്റ്ററിൻ്റെ സഹായത്താൽ മാർപ്പാപ്പ താമസിക്കുന്ന വത്തിക്കാൻ ഗാർഡനിൽ പ്രവേശിക്കുവാനായിട്ട്, അതൊന്ന് കാണുവാനായിട്ട് എനിക്കൊരവസരം ലഭിച്ചു. അങ്ങനെ മാർപ്പാപ്പായുടെ വത്തിക്കാൻ ഗാർഡനിനുള്ളിലേക്ക് ഞാൻ പ്രവേശിച്ച് അവിടെ മാർപ്പാപ്പായ്ക്ക് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് ഗിഫ്റ്റായിട്ട് ലഭിച്ചിട്ടുള്ള മാതാവിൻ്റെ സ്റ്റാച്യൂസ് എല്ലാം അവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഗ്രോട്ടോകളായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാർപ്പാപ്പ നടക്കുന്ന വഴികളും അതുപോലെ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളുമൊക്കെ കാണുവാനായിട്ട് അവസരം ലഭിച്ചു. അങ്ങനെ ആ സന്ദർശനത്തിന് പോകുന്ന സമയത്ത് ആ സിസ്റ്റർ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതാണ് മാർപ്പാപ്പ താമസിക്കുന്ന ഇടം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു. ആ സമയത്ത് അവിടേക്കൊരു വളരെ ചെറിയ ഒരു കാറ് വന്ന് അതിൻ്റെ വാതിക്കൽ നിൽക്കുക മാത്രമല്ല അത് തിരിച്ചിടുവാനായിട്ടിടയായി തീർന്നു. ഞാനത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് സിസ്റ്റർ ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്? പറഞ്ഞു, ഒരു പക്ഷേ മാർപ്പാപ്പ എവിടെയെങ്കിലും പോകാനായിരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ നിൽക്കാം. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ നിന്നു. ഒരു രാജ്യത്തിൻ്റെ മേലധികാരി പുറത്തിറങ്ങുന്ന യാതൊരു സന്നാഹങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ബാഗ് സ്വന്തമായി കയ്യിൽ പിടിച്ച് മാർപ്പാപ്പ വാഹനത്തിനടുക്കിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്ക് വശത്തെ ഡോറ് തുറന്നു. ഒരു ചെറിയ കാറിൽ, പക്ഷേ ഇന്ത്യയിലെ പോലും ഏറ്റവും വളരെ ചെറിയ ഒരു കാറ്, ആ കാറിൽ അദ്ദേഹം കയറിയിരുന്നു. കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് ആ വാഹനത്തിൽ യാത്ര ചെയ്തു. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു, സത്യത്തിൽ എളിമയുടെ ആൾരൂപമെന്ന് ഞങ്ങളുടെ മനസ്സിൽ കോറിയിടപ്പെട്ടിരിക്കുന്ന ഒരു പിതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സത്യത്തിൽ തൻ്റെ ബാല്യകാലം ജീവിതം മുതൽ ദൈവം രൂപപ്പെടുത്തി ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും, പ്രത്യേകിച്ച് ഫ്രാൻസിസ് അസീസിയെ പോലെ വളരെ ലാളിത്യത്തിൽ ജീവിച്ച ഒരു വിശുദ്ധൻ്റെ കാൽപ്പാടുകളെ പിന്തുടർന്ന് വന്ന് ആ ലാളിത്യമൊക്കെ നെഞ്ചിലേറ്റിയ, ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു ആത്മീയ നേതാവാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തെ ഒരു പ്രാവശ്യം കാണുന്നവർ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലാളിത്യവും സ്നേഹവും നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റെടുക്കുവാനായിട്ട് തീർച്ചയായും ഇടയായിത്തീരും. ആയതുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തിലേക്ക് ദൈവം നൽകിയ ഒരു സ്നേഹ സമ്മാനപ്പൊതിയാണ്. ഒത്തിരി നന്മകൾ ഒളിഞ്ഞിരിക്കുന്ന, അനേകം മനുഷ്യരോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെയും, പാപികളോട് കാണിക്കുന്ന കാരുണ്യം, മറ്റ് സഭകളോട് കാണിക്കുന്ന സ്നേഹം, സഭാ മേലധികാരികളോട് കാണിക്കുന്ന പരസ്പരമുള്ള സ്നേഹം. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായിട്ട് ചെന്ന് കണ്ടുമുട്ടുന്ന സമയത്ത് ആദ്യം മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾ രക്തസാക്ഷികളുടെ സഭയാണ്, പീഡനമനുഭവിക്കുന്നവരുടെയും രക്തസാക്ഷികളുടെയും സഭയാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സുറിയാനി സഭ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന വലിയ വേദനകളെ മുഴുവനും ഒറ്റ വാക്കിൽ അദ്ദേഹം ഒരു തൈലം പുരട്ടുന്നത് പോലെ അദ്ദേഹം പറഞ്ഞത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇങ്ങനെ കടന്നു വരുന്ന പുണ്യാത്മാക്കളാണ് വരണ്ടുപോയ ഒരു ലോകത്ത് ഒരു സ്നേഹത്തിൻ്റെ നനവായി ഇത്തരം ജീവിതങ്ങൾ നമുക്കിനിയും ദൈവം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.